ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും വർമ്മ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലത്തെ ചായപ്പണിയും കഴിഞ്ഞ് തിരുമ്പലും കഴിച്ചിട്ടോ. തിരുമ്പ കല്ലുമ്പോൾ ഭയങ്കര വെയിലാണ്. പിന്നെ അതുമാത്രമല്ല, അപ്പുറത്തുപുറത്തുള്ള കോട്ടേഴ്സുകാർക്കൊക്കെ തിരുമ്പും വേണം. അടുപ്പത്തെ ചോറ്റിനുള്ള വെള്ളം വെച്ച് ബാക്കിയുള്ള പണിയൊക്കെ വേഗം തീർക്കാണ് കേട്ടോ. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലിട്ടോ. ഞാനും നിങ്ങളെപ്പോലൊരു സാധാരണക്കാരിയാണ്. അപ്പം വീഡിയോയിൽ ചെറിയ കുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങളത് വലിയൊരു സംഭവമാക്കിയൊന്നും കാര്യമാക്കല്ലോ കേട്ടോ. അടുപ്പിൻ്റെ കോലം കഴിഞ്ഞ് എന്താ ഇത് പറയല്ലോ കേട്ടോ. കാരണം അടുപ്പ് പൊളിഞ്ഞിനപ്പുറത്തും പിന്നെ ഒറ്റടുപ്പായതുകൊണ്ട് കണ്ടമാനം വെള്ളിയിറക്കണ്ടേ. അതൊക്കെ ഞാൻ ആ കനലോട് കൂടി വാരിപ്പോൾ അവിടെ ഒക്കെ പൊടിയായതാണ്. പിന്നെ ആ ചുറ്റിലുള്ള ഇരുമ്പിൻ്റെ കളർ ആ കളർ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. എത്താതെ ഉടച്ച് കഴിഞ്ഞാൽ ആ കളറിന് ഒരു മാറ്റവും ഇല്ല. കുറച്ച് വെണ്ണീറായെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് വിഷുവാണ് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു എൻ്റെ കുട്ടിക്കാലത്തുള്ളൊരു വിഷു വിശേഷമൊക്കെ ഒന്ന് വീഡിയോയിലൂടെ പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്നതാണ്. വിഷു ആവാനായി കഴിഞ്ഞാൽ നമ്മൾ ആകാശവാണി നിലയത്തിൽ ഒരു പടക്ക പരസ്യം വരാറുണ്ട്. അയ്യൻ പടക്കങ്ങൾ. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കേൾക്കാത്തവരും കേൾക്കുന്ന പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ കേട്ടോലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇപ്പോൾ റേഡിയോയിലെ പരസ്യം പറയണ്ടോയെന്ന് അറിയില്ല കേട്ടോ. കാരണം ഞാൻ റേഡിയോ ഉപയോഗിക്കുന്നില്ല. പിന്നെ ഞങ്ങൾ അറിയുന്ന ആളുകളൊക്കെ ഞങ്ങൾക്ക് വിഷുക്കൈനീട്ടായിട്ട് അപ്പമൊക്കെ കൊണ്ടുതരും കേട്ടോ. അപ്പൻ്റെ കയ്യിൽ കൊടുത്തു വിടും അപ്പങ്ങൾ എന്ന് പറഞ്ഞാൽ പല ജാതി അപ്പങ്ങളുണ്ടാവും കേട്ടോ. എന്തൊക്കെ സത്യം പറഞ്ഞാൽ അന്ന് ഉള്ള അപ്പത്തിൻ്റെ രുചി ഇപ്പോഴും വായിന്ന് പോയിട്ടില്ല. ഗ്യാസ് തീർന്നുകൊണ്ട് അടുപ്പത്ത് വെച്ചാണ് പണി ചെയ്യുന്നത്. അപ്പോൾ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകണം കേട്ടോ. കാരണം ഇപ്പുറത്താണ് റേക്കും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. വീഡിയോ എടുത്തതിന് ശേഷം ഞാനിതിന് വോയിസ് കൊടുക്കാൻ വേണ്ടി ടൈം കാത്തുക്കിട്ടോ. കാരണം ക്വാർട്ടേഴ്സിൽ കുട്ടികൾ സ്കൂളിൽ ചെയ്യാത്തതുകൊണ്ട് ഓടിക്കളിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ ചിലപ്പോൾ ആവർത്തിച്ച് വന്നിട്ടുണ്ടാവും. ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ കുട്ടികളെ തൊള്ളിയും വിളിയൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. മണ്ടലും പാച്ചനും കഴിഞ്ഞ് വന്നത് ഒരാൾ കുഴങ്ങി പിടിച്ച് വന്നിട്ട് ഇതാ വെള്ളം കുടിക്കുക. അവിടെ ഒരു ഹായി ഒക്കെ കാണിച്ച് പോവുകയാണ്. പപ്പടം കച്ചെടുപ്പത്ത് ഞാൻ കറി വെച്ചിന് കേട്ടോ. അപ്പം കുറച്ചും കൂടി പണി ബാക്കിയുണ്ട്. പാത്രം കഴുകാനൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ തീർക്കുകയാണ്. പാത്രം കഴിഞ്ഞ സിങ്കിൻ്റെ വേസ്റ്റ് വെള്ളം പോകുന്ന കൊള്ളിന് എന്തോ കംപ്ലൈൻറ്റ് വന്നു കേട്ടോ. വേസ്റ്റ് വെള്ളം ഞാൻ ഇവിടെ എടുത്ത് പുറത്തു കൊണ്ട് ഒഴിവാക്കുക ചെയ്യൽ. ഇതൊരു കോളനി പോലുള്ളൊരു ക്വാർട്ടേഴ്സാണ് കേട്ടോ. അപ്പുറത്ത് പറഞ്ഞത് ഇപ്പുറത്തും കേൾക്കും, ഇപ്പുറത്ത് പറഞ്ഞാൽ അപ്പുറത്തും കേൾക്കും. അപ്പം ഞാൻ അങ്ങനെ കാത്തുക്കും. വോയിസ് ഓവർ കൊടുക്കണമെങ്കിൽ ഒന്ന് സൈലൻ്റ് ആവണമല്ലോ. എല്ലാവർക്കും വിഷു ആശംസകൾ. ക്വാർട്ടേഴ്സിൻ്റെ അപ്പുറത്തുള്ള വീട്ടിൽ എന്തൊക്കെ പണി നടക്കുന്നുണ്ട് കേട്ടോ. ബിൽഡിങ്ങിൻ്റെയും കാര്യത്തിന് കുട്ടികളുടെ ശബ്ദത്തിനേക്കാളും ചിലപ്പോൾ കിരീന്ന് പറഞ്ഞുള്ള ശബ്ദത്തിൻ്റെ ഉള്ളിൽ കൂടെ കേൾക്കുന്നുണ്ടാവും. വല്ലാത്ത ജാതി വീഡിയോ ഇങ്ങനെ കണ്ടു പോവാണില്ലേ. നിങ്ങൾ കാണില്ല, സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ഒന്നും നമ്മൾക്ക് കയ്യങ്ങൾ നീട്ടൂടി. ആവശ്യത്തിന് അനാവശ്യത്തിനൊക്കെ കൈകൊണ്ടിരിക്കും. ഇത് കാണുമ്പോൾ നിങ്ങൾ തൊട്ടില്ല എന്നുള്ളത് വേണം. നിങ്ങളെ സന്തോഷമാണ് എൻ്റെ ഒരു ആശ്വാസം. നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് തരിക. നിങ്ങൾ വിചാരിക്കുക ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇതങ്ങട്ടാ പഞ്ഞോണ് വേറെ അങ്ങോട്ടല്ല കേട്ടോ. കളി കഴിഞ്ഞ് വന്ന മോന് പുറത്ത് കുളിക്കുന്നുണ്ട്. അവൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പാല് വയ്ക്കില്ല. ടാങ്കിലെ ഫുള്ള് വെള്ളം തോന്നി തീർത്ത് തരും. വെക്കേഷൻ ആയതുകൊണ്ട് കട്ടലും കയറി കിടക്കുന്ന പോലൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പുറത്തന്നെ വിളിച്ചു കയറിയിടുമ്മ ഉച്ചക്ക് ചോദിക്കുന്ന ചമ്മന്തി വേണോന്ന്. നോമ്പും പെരുന്നാളും കഴിഞ്ഞപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ചമ്മന്തി ഉണ്ടാക്കും കേട്ടോ. അപ്പം ഞാൻ അടുത്ത് ദേഷ്യത്ത് പറഞ്ഞു ഇവിടെ തേങ്ങ വലിക്കാൻ പറമ്പൊന്നുമില്ല. അപ്പോൾ ഓൻ അവിടെ നിന്ന് തിരിച്ചു പറയുന്നുണ്ട് എന്നാലും വേണം ചമ്മന്തി. വിഷു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടോ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും വോയിസ് കൊടുക്കുന്നതൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് ബിസിയായി പോയി. വിരുന്ന് പോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചമ്മന്തി പൊടിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ കറി എന്താ വെച്ചെന്ന് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ചിക്കനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അസ്സലാമു അലൈക്കും.